അസ്സലാമു അലൈക്കും. വിച്ചൂസ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ബീഫ് റോസ്റ്റ്. ഇതിനായി ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇറച്ചി വേവിച്ചെടുക്കാം. ഇതിനായി കുക്കറിലേക്ക് 3/4 കിലോ ഇറച്ചി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി ബീഫ് നന്നായി വെന്തോളും. 5 ഫിസിൽ വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 1 ഫിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഈ സമയം കൊണ്ട് മസാല തയ്യാറാക്കാം. ഇതിനായി ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 30 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുന്നതിനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായി വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി മുരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി കുക്കറിലേക്കിട്ട് വേവിച്ച ഇറച്ചി ഇതിലേക്കിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. റോസ്റ്റ് പരുവത്തിനാണ് ഇത് വേണ്ടത്. അധികമുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. വെള്ളമെല്ലാം വറ്റി ഗ്രേവി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.